നമസ്കാരം. ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ച് വളരെയധികം വീഡിയോസ് നിങ്ങൾ ഇതിനകം കണ്ടു കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ച് യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണത്തെക്കുറിച്ച് അധികം ആരും പറഞ്ഞ് വീഡിയോസ് കേൾക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ അതിനകത്ത് കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം പലരും വന്ന് ചോദിക്കാറുണ്ട്, ഗ്ലൂട്ടാത്തയോൺ കുഴപ്പമാണോ മാഡം, ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വേറെന്തെങ്കിലും പ്രശ്നം വരുമോ, ഇതിങ്ങനെ സ്ഥിരമായി നമ്മൾ എല്ലാ ദിവസവും എടുക്കുകയാണല്ലോ, അപ്പോൾ അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ, അത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ മറ്റുള്ള അസുഖങ്ങൾ വരുമോ, ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാരിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പം എന്താണ് ഗ്ലൂട്ടാത്തയോൺ എന്നും അത് എങ്ങനെയാണ് ശരീരത്തിൽ അതിൻ്റെ ഉൽപ്പാദനമെന്നും അത് എന്തൊക്കെ അസുഖങ്ങൾക്ക് നമുക്ക് നല്ലതാണെന്നും ഇപ്പം ആകെ എല്ലാവർക്കും അറിയാവുന്ന ഈ വെളുപ്പിക്കാനാണ് ഗ്ലൂട്ടാത്തയോൺ കഴിക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ പ്രത്യേകിച്ചും ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു അറിവിൽ അഥവാ എൻ്റെ OPയിൽ വന്നിട്ടുള്ള വളരെയധികം ലേഡീസിൻ്റെ കാര്യം വളരെ പരിതാപകരമാണ്. കാരണം അവർക്ക് എത്രയോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലേഡീസാണ്, അവരുടെ മുഖമൊക്കെ വികൃതമായിട്ട് മുടിയും പൊഴിഞ്ഞ് ശരീരവും മെലിഞ്ഞ് അതുപോലെ മുഖവും കറുത്ത് ആകെ വികൃതമായ ഒരു അവസ്ഥയിലാണ് പലരും വരുന്നത്. അതിൻ്റെ കാരണത്തെ ഇപ്പോഴാണ് ഞാനും ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കിയപ്പോഴാണ് യഥാർത്ഥ കാരണം ഈ ഗ്ലൂട്ടാത്തയോൺ ഡെഫിഷ്യൻസി ആണെന്നുള്ളത് മനസ്സിലായത്. ഗ്ലൂട്ടാത്തയോൺ ഡെഫിഷ്യൻസി എന്ന് വെച്ചാൽ ഈ കൊറോണ നമ്മളുടെ ശരീരത്തിൽ ലിവറിന് ചില ഫങ്ഷനിങ് ഡിസബിലിറ്റി ഉണ്ടാക്കി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഗ്ലൂട്ടാത്തയോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ലിവറിലാണ്. അപ്പം കൊറോണ ഇൻഡ്യൂസ്ഡ് ആയിട്ട് ലിവറിന് ചില ഫങ്ഷണൽ ഡിസബിലിറ്റി ഉണ്ടായപ്പോൾ, അതായത് അതിനുള്ള കഴിവ്, അതിന് ഈ ഗ്ലൂട്ടാത്തയോൺ തയ്യാറാക്കാൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗ്ലൂട്ടാത്തയോണിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? മെലാനിൻ അങ്ങനെ കൂടി. ഗ്ലൂട്ടാത്തയോണിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വെളുപ്പിക്കാനെന്നുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയാണ് അതിനുള്ളത്. ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതൊരു പ്രോട്ടീൻ തന്മാത്രയാണ്. അതിനകത്ത് ഒരു 3 അമൈനോ ആസിഡ് ചേർന്നിട്ടുള്ളതാണ്: ഗ്ലൈസിൻ, ഗ്ലൂട്ടാമിൻ ആൻഡ് സിസ്റ്റീൻ. ഈ 3 അമൈനോ ആസിഡ് വെച്ചിട്ടാണ് ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാകുന്നത്. അതിന് ഒരു കോഫാക്ടർ എന്ന് പറയുന്നത് സെലീനിയവുമാണ്. അതോടൊപ്പം വൈറ്റമിൻ സിയും ഇതിന് ഏറെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിലാണ് നമുക്ക് ശരീരത്തിനകത്ത് ഈ നല്ല ഒരു ഫെയർനെസ് ഉണ്ടാവുന്ന കാര്യം ഒന്ന്. അതായത് ഗ്ലൂട്ടാത്തയോണിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ വളരെയധികമാണ്. ഇത് കൂടാതെ നമ്മളിപ്പം വെളുക്കാൻ എന്നുള്ള ഒരു കാര്യം മാത്രം, അതിൻ്റെ കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇപ്പം കൊറോണ ഇൻഡ്യൂസ്ഡ് ആയിട്ട് ലിവറിന് കുഴപ്പം വന്ന് ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു. അത് ലിവറിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗ്ലൂട്ടാത്തയോൺ നമ്മൾക്ക് ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് പല കാര്യങ്ങൾക്കും വേണം. അതെങ്ങനെയാണ് ഈ ഗ്ലൂട്ടാത്തയോണിൻ്റെ ആക്ഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ ഓരോ കോശങ്ങൾക്കകത്തും ഉണ്ടാവുന്ന ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിനകത്തുണ്ടാവുന്ന ഒരു റിയാക്ഷൻ, അതായത് ഓരോ കോശങ്ങളിലും നമ്മൾ മൈറ്റോകോൺട്രിയൽ ആക്ഷനിൽ നല്ലോണം എന്താ പറയുക, നമ്മൾ കഴിക്കുന്ന ആഹാരം മുഴുവനും അവിടെ ചെന്നിട്ട് ഒരു ഫർണസിൽ കിടന്ന് ചൂടായി അത് നല്ലോണം കത്തിയിട്ട് അതിനകത്തുനിന്ന് ഫ്രീ റാഡിക്കൽസ് വെളിയിൽ വരും. ഫ്രീ റാഡിക്കൽസ് വെളിയിൽ വന്നിട്ടാണ് നമുക്ക് എനർജിയൊക്കെ വരുന്നത്, ATP ഒക്കെ ഉണ്ടാവുന്നത്, കാർബൺ ഡൈ ഓക്സൈഡും എനർജിയും എല്ലാം വരുന്നത്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിനെ സ്റ്റെബിലൈസ് ചെയ്യണം ആൻറ്റി ഓക്സിഡൻസ് വെച്ച്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് ശരീരത്തിന് കേടുപാടുകൾ, ആ ഓരോ കോശങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ആവരണത്തിന് കുഴപ്പമുണ്ടാകും. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയും. അതായത് ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ അകത്ത് എന്താണത്? ഒരു അൺസ്റ്റേബിൾ ആറ്റമാണ് ഫ്രീ റാഡിക്കൽ. ഈ ഫ്രീ റാഡിക്കലിനെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യണം. സ്റ്റെബിലൈസ് ചെയ്യേണ്ട ആൻറ്റി ഓക്സിഡൻസ് വെച്ചാൽ അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ. ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് നമ്പർ 1, ഏറ്റവും മാസ്റ്ററാണത്. അതോടൊപ്പം ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ്, കാറ്റലൈസ് ആൻഡ് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്, ഇതെല്ലാം നമ്മളുടെ കോശങ്ങൾക്കകത്തുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് എൻസൈംസ് ആണ്. പക്ഷേ ഇതിൽ ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് ആണ് നമ്പർ 1, മറ്റുള്ളതൊക്കെ സെക്കൻഡറി ആണ്. അപ്പോൾ ഇതിനെ പവർഫുള്ളാക്കി വെക്കുക എന്നുള്ള ഏറ്റവും അത്യാവശ്യമാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ പ്രായമാവും തോറും കുറയും, അത് നമ്പർ 1. പിന്നെ പല അസുഖങ്ങളിലും നമ്മളുടെ ഡെഫിഷ്യൻസി, ആഹാരത്തിലുള്ള ഡെഫിഷ്യൻസി കൊണ്ടും ഇത് കുറയും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ കറക്റ്റാക്കി ബാലൻസ് ചെയ്ത് വെക്കണം എന്നുള്ള അത്യാവശ്യമാണ്. കാരണം ഇത് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ട് ഗ്ലൂട്ടാത്തയോണിന്. അതുപോലെ തന്നെയാണ് ഇതിന് ഇമ്മ്യൂണിറ്റി പവർ വളരെ കൂടുതലാണ്. ഇൻഫ്ലമേഷൻ ശരീരത്തിൽ കുറയ്ക്കും, വീക്കം, ശരീരത്തിനുള്ള വീക്കവും നമുക്കൊരു വല്ലായ്മയും ഒക്കെ നല്ല എനർജി ലെവൽ നമുക്ക് പ്രദാനം ചെയ്യും, നല്ല ബ്രെയിൻ പവർ കൂട്ടും. ഇങ്ങനെ വളരെയധികം
ഗുണങ്ങൾ നമുക്ക് ഗ്ലൂട്ടാത്തയോൺ തരുന്നുണ്ട്. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ കുഴപ്പമാണോ? അല്ല. നിങ്ങൾ പറയുന്നത് പോലെ ഗ്ലൂട്ടാത്തയോൺ കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിലർക്ക് ഒരു അലർജിക് ടെൻഡൻസി ഉള്ളവർക്ക് ഗ്ലൂട്ടാത്തയോൺ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാം, അല്ലെങ്കിൽ വയറിനകത്തൊരു ബ്ലോട്ടിങ് ഉണ്ടാക്കാം, ഒരു നോസിയേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ ആവറേജ് ഡോസ് എന്ന് പറയുന്നത് 500 മില്ലിഗ്രാം ടു 1 ഗ്രാമാണ്. ഒരു 500 മില്ലിഗ്രാം ഒരു ദിവസം മതിയാവും. അപ്പോൾ അത് കുറവായിട്ടുള്ളവർക്കാണ് ഈ കൂടുതൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അതുകൊണ്ട് തന്നെയും ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് കറുത്ത മുഖമുള്ളവർക്ക്, അതായത് മുഖം കറുത്ത് വരുന്നവർക്ക്, കറുത്ത മുഖം എന്നല്ല, മുഖം കറുക്കുന്നവർക്ക്, നല്ല ഫെയറായിരുന്നവർ കറുത്തു പോകുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാത്തോൺ. അതിന് യാതൊരു സംശയവുമില്ല. അതിൽ ലൈപ്പോസോമൽ എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള പ്രൊഡക്ഷനുള്ള ഗ്ലൂട്ടാത്തോൺ വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരാറുണ്ട്. ഇങ്ങനെ ഗ്ലൂട്ടാത്തോണിനെ കുറിച്ചുള്ള ഗുണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഒരിക്കലും അതിന് തള്ളിപ്പറയില്ല. എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഗ്ലൂട്ടാത്തോൺ വാങ്ങി കഴിക്കണമെന്ന് ഞാൻ പറയില്ല. നോർമൽ കളറുള്ളവർ ഒരിക്കലും അത് എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ച് കഴിക്കേണ്ട. പിന്നെ ഇതിന് ഉള്ള മറ്റുള്ള ഗുണങ്ങൾ, ഇൻഫെർട്ടിലിറ്റിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷനിങ് എബിലിറ്റിക്ക് വളരെ നല്ലതാണ്. ലിവറിനകത്താണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിലും അത് ലിവറിനും വളരെ നല്ലതാണ്, കിഡ്നിക്കും വളരെ നല്ലത്. എന്ന് പറഞ്ഞാൽ എല്ലാ കോശത്തിനും നല്ലോണം ഫങ്ഷൻ ചെയ്യാൻ ഇത് അത്യാവശ്യമാണ്, ഈ ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് ആൻറ്റി ഓക്സിഡൻറ്റ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ എവിടെയൊക്കെ കൂടെ നമുക്കിത് പ്രൊവൈഡ് ചെയ്യും നാച്ചുറലായിട്ട്. ഇപ്പം ഗുളിക രൂപത്തിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട്, ഇഞ്ചക്ഷൻ ഫോമും ഉണ്ട്. ഇഞ്ചക്ഷൻ എടുക്കുന്ന ഹോസ്പിറ്റലൈസ് ചെയ്ത്, പക്ഷേ അതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം. കുറച്ചൊരു ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ് ഇഞ്ചക്ഷൻ. ഗുളിക അങ്ങനെയല്ല, സേഫാണ്. അപ്പോൾ ഇത് നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടാൻ വേണ്ടി സിസ്റ്റീൻ, നേരത്തെ പറഞ്ഞു ഗ്ലൈസിൻ, സിസ്റ്റീൻ ആൻഡ് ഗ്ലൂട്ടാമിൻ എന്ന് പറഞ്ഞ ഈ 3 അമൈനോ ആസിഡും കിട്ടുന്നത് ഏറ്റവും കൂടുതൽ നോൺ വെജിൽ ബീഫിലാണ്. ബീഫ് പ്രോഡക്ട്സിൽ നമ്മൾ ആട്ടിറച്ചിയേക്കാളും മാട്ടിറച്ചിക്കകത്താണ് ഇത് കൂടുതലായിട്ടുള്ളത്. അതോടൊപ്പം വെജിറ്റേറിയൻ വിഭവങ്ങളെന്ന് പറഞ്ഞാൽ വളരെ കൂടുതലുണ്ട്. ബ്രൊക്കോളിയിലുണ്ട്, സ്പിനാച്ചിലുണ്ട്, നല്ല എന്താ പറയുക ഗ്രീൻ പീസിലുണ്ട്. അങ്ങനെ വളരെയധികം വെജിറ്റേറിയൻ വിഭവങ്ങളിലുണ്ട്. ബദാമിലുണ്ട്. പിന്നെ ബ്രസിൽ നട്ട്സിൽ സെലീനിയം ഉണ്ട്. വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടി എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്ക് ഇഷ്ടംപോലെ ഇതിന് അവൈലബിളാണ്. ക്യാരറ്റ് ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, എല്ലാം തന്നെയും. അപ്പോൾ ഇതെല്ലാം തന്നെയും എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കിയാൽ ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ശരീരത്തിൽ കിട്ടണം. പക്ഷേ ഈ മാറിയ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന രീതിയിൽ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് വരുന്നവർക്ക് ഈ മുഖം വളരെയധികം കറുത്തു വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഈ ഭക്ഷണം കഴിച്ചാലും വരില്ല. കാരണം അത് ലിവറിനകത്തല്ലേ ഉൽപ്പാദിപ്പിക്കുന്നത്, ലിവറിന് കുഴപ്പം വന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയും ലിവറിൻ്റെ ഫങ്ഷനിങ് എബിലിറ്റി കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അങ്ങനെയുള്ളവർ തീർച്ചയായും എന്നെ സമീപിക്കാവുന്നതാണ്. ഡെഫിനറ്റ്ലി അതിന് റിസൾട്ട് കിട്ടുന്ന വളരെയധികം ടെസ്റ്റിമോണിയൽസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, റിസൾട്ട് ഓൾറെഡി കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട. ഇങ്ങനെ ഉള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് എൻ്റെ ഫോൺ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. തീർച്ചയായും അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.